ഹായ് ഹലോ എല്ലാവർക്കും തത്വമസി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. നമ്മളിടുന്ന ടോപ്പിക്കുകൾക്കെല്ലാം വളരെയധികം നല്ല അഭിപ്രായങ്ങൾ മെസ്സേജ് വഴി ആൾക്കാർ പറയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ടോപ്പിക്സ് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് കമൻറ്റ് സെഷനിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കഴിവതും. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പാറ്റേണിനെ കുറിച്ചാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് ഉള്ള പാറ്റേൺ എന്താണ്, ഹിഡൻ ആയിട്ടിരിക്കുന്ന പാറ്റേൺ എന്താണ്, ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പാറ്റേണും ആവാം. ഈ ജന്മത്തിൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിത സാഹചര്യത്തിൽ എക്സ്പീരിയൻസുകൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ട്രോമാറ്റിക് പാറ്റേണും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ തന്നെ ഓൾറെഡി ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ടുള്ള പാറ്റേൺ എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ എന്താണ് എന്നുള്ളത് നമുക്ക് കുറഞ്ഞ് ഡീപ്പായിട്ട് എനർജി റീഡിങ് എടുത്തു നോക്കാം. സബ് കോൺഷ്യസ് എനർജീസ് ആൻഡ് പാസ്റ്റ് ലൈഫ് എനർജീസ് ആയിരിക്കും നമ്മളിവിടെ കൂടുതൽ എടുക്കുക. അത് എങ്ങനെയാണ് പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇവിടെ 2 കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് കാർഡ് നമ്പർ 1 ബൗണ്ടറീസ് ആണ്. ഓക്കെ, നമ്പർ 2 വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ലവ്. ഇതും നമ്പർ 20 എന്ന് പറയുമ്പോൾ നമ്പർ 2 തന്നെയാണ്. സോ രണ്ടും നമ്പർ 2 തന്നെയാണ് നമുക്ക് നമ്പറായിട്ട് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ലവ്, ഗ്രൂപ്പ് നമ്പർ 2. ഇതിലേത് കാർഡിനോടാണ് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. ഇത് ജനറലായിട്ട് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എടുക്കുക. ഒരു 75 to 80% നിങ്ങൾക്ക് റെസനേറ്റഡ് ആയിരിക്കും. എന്നിരുന്നാലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അതുപോലെ ടാരറ്റ് റീഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസസ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ, സൈക്കോളജിക്കൽ സെഷൻസിന് വേണ്ടിയിട്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ബൗണ്ടറീസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഹായ് ഹലോ, ഗ്രൂപ്പ് നമ്പർ 1 ബൗണ്ടറീസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയിലേക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന്. ഓക്കെ, വി ഗോട്ട് 1 കാർഡ്. ആർക്കേഞ്ചൽ മൈക്കിളാണ്. സ്ട്രെങ്ത്, കറേജ് ആൻഡ് ലെറ്റിംഗ് ഗോ എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബോട്ടം എനർജി ഈസ് ലോങ്ങിങ് ഫോർ ലവ്. നിങ്ങൾക്കൊരു വെയിറ്റിംഗ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അതും നമ്പർ 20 ആണ് വന്നിരിക്കുന്നത്, നമ്പർ 2. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഇസ് നമ്പർ 9, വിച്ച് മീൻസ് യു ഹാവ് ലക്ക് ഇൻ റിലേഷൻഷിപ്പ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ മോർ കാർഡ്സ്. വി ഗോട്ട് 8th ഹൗസ്, മിസ്റ്ററി ഹൗസാണ്. 8th ഹൗസ് എന്ന് പറയുമ്പം ഈഗോ ഡെത്ത് സംഭവിക്കുന്ന ഒരു ഹൗസാണ്. അതായത് നമ്മൾക്ക് ഇവിടെ 8th and 9th വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് 46 ഹൗസ്, ദാറ്റ് ഇസ് 10. 8, 9, 10. ഓക്കെ, നമ്മളുടെ ലൈഫിൽ നമുക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഈ 8th ഹൗസിൻ്റെ എനർജി മറികടക്കണം. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സക്സസ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ലൈഫ് ആൻഡ് നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിറവേറ്റാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് പാറ്റേൺ ഗ്രൂപ്പ് നമ്പർ 1?
envy. Okay, and we have peace. Bottom energy is purpose. നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ റിലേഷൻഷിപ്സ് ഒരു മേജർ ട്രിഗറാണ് നിങ്ങളുടെ ലൈഫിലെ ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ടാരോ ഗൈഡൻസ് കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് റീഡ് ചെയ്യാം. യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഗ്രൂപ്പ് നമ്പർ 1's റിലേഷൻഷിപ്പ് പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ. Okay, we got 10 of cups. Wow, beautiful energy. Six of cups. King of coins. 9 of swords. Queen of coins. The world, and then we have Ace of Wands energy. Okay. Bottom is Knight of Wands ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കിവിടെ നാച്ചുറലി നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ ഉള്ളത് വളരെ ഫുൾ കമ്മിറ്റഡും ഫുള്ളി ഇമോഷണലി നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മുഴുവനായിട്ട് വേണം, അല്ലാതെ അവരുടെ സമയം വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യുന്നതും ഒന്നും നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു, ശരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാൻറ്റസിയാണ് നിങ്ങൾക്ക് ഐഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു തരത്തിലെ കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളും വൾണറബിലിറ്റിയെ അല്ലെങ്കിൽ ചേഞ്ച് മാറ്റത്തിനെയും ഭയപ്പെടാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ റിലേഷൻഷിപ്പിലേക്ക് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റും എക്സ്പെക്റ്റേഷനും കൊടുക്കുക, എന്നിട്ട് ഒരു സൈക്കിൾ ഉണ്ടാവുകയാണ്. ഡീപ്പ് ലോങ്ങിങ് ഫോർ ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഐഡിയലൈസ്ഡ് പാർട്ട്ണർഷിപ്പ് ആൻഡ് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആങ്സൈറ്റി. അതായത് നിങ്ങൾക്ക് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആൻഡ് സെൽഫായിട്ട് നിങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട് ഈ പ്രഷർ കാരണം. അതുകൊണ്ട് റിലേഷൻഷിപ്സിന് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ 6 of cups. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ട്രോമയുണ്ട്. അവിടെ നമുക്ക് വന്നിരിക്കുന്ന 8th house ആണ്. ഒരു മിസ്റ്ററി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ മിസ്റ്ററിയെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ദിസ് ഈസ് എ മെസ്സേജ് ഫ്രം യുവർ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ചോയ്സായി അവിടെ തുടരേണ്ടതായിട്ട് വന്നു. ആ പെയിൻ കൊണ്ടാണ് നിങ്ങൾ ഈ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഐഡിയൽ പാർട്ട്ണർഷിപ്പിനെയും ഫുൾ കമ്മിറ്റ്മെൻറ്റിനെയും ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. പക്ഷെ എങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ള ആങ്സൈറ്റി കാരണം സെയിം പാറ്റേൺ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിൽ നിന്ന് ആ പാസ്റ്റ് മെമ്മറി ലെറ്റ് ഗോ ചെയ്യണം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പേടികൾ ഉണ്ടാവുമ്പോൾ നിങ്ങളിത് സെൽഫ് ഡൗട്ടായിട്ടും ഓവർ തിങ്കിങ് ആയിട്ടും സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്തും നിങ്ങളുടെ മനസ്സമാധാനത്തിനെ നശിപ്പിച്ചും നിങ്ങൾ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ ഹാപ്പിനെസ് നിങ്ങളിങ്ങനെ മെൻ്റലി റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഴ്സ്റ്റ് കേസ് സെനാരിയോസ് അങ്ങനെ സംഭവിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ മെൻ്റലി റിഹേഴ്സൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ അത് ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം. അതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത്
ഇവിടെ 10 ഓഫ് കപ്സ് ഉള്ളതുകൊണ്ട് വളരെയധികം സ്നേഹം, സന്തോഷം, ഫുൾഫിൽമെൻ്റ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുമാണ് വരുന്നത്. പക്ഷേ ഇവിടെ ചലഞ്ച് വരുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നതിനെ പേടി, ഫിയർ ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ, അത് പാസ്റ്റ് ഇമോഷണൽ കണ്ടീഷനിങ്. അതാണ് നിങ്ങൾ ശാന്തതയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ, നിങ്ങൾ ഇല്ലാതെ ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് എവിടേക്കോ ഒരു ജലസി ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്കൊരു എൻവി ഫീൽ ചെയ്യുക, ഒരു കുശുമ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ശരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പാർട്ട്ണർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. എങ്കിലും അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾ, അവരുടെ സക്സസ്, നിങ്ങൾ ഇല്ലാതെ ഉണ്ടാകുന്ന കരിയർ സക്സസ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയോ മനസ്സിൽ ഒരു സാഡിസ്റ്റിക് നേച്ചർ പോലെ, നിങ്ങളില്ലാതെ അവർക്ക് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് അവരുടെ ലൈഫിൽ റോളെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സമാധാനം വല്ലാതെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ശരിക്കും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മനസ്സമാധാനം നിങ്ങൾ നശിപ്പിച്ചിട്ട് ഇത് പിന്നീട് എന്ത് ചെയ്യും? നിങ്ങളുടെ പാർട്ട്ണർ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ എനർജി ഘനപ്പെട്ട് വരുന്നതനുസരിച്ച് പിന്നീട് നിങ്ങൾ ഈ ചിന്തിച്ച് കൂട്ടുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തരാൻ തുടങ്ങും, നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മെയിൻലി നമ്മൾ എത്ര പേഴ്സണൽ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സോ, റൊമാൻറ്റിക് റിലേഷൻഷിപ്സോ, പാർട്ട്നേഴ്സോ ഒക്കെ ആണെങ്കിലും പേഴ്സണൽ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ. അതായത് ഈ പേഴ്സണൽ ബൗണ്ടറി എന്നുള്ള പേരിൽ നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കുക എന്നല്ല. നിങ്ങൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടാവുക. നമ്മൾ ഈ ശിവശക്തി കോൺസെപ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈൻ ഫെമിനൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ക്രിയേറ്റീവ് എനർജിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ തന്നെ പൂർണ്ണതയെക്കുറിച്ചാണ് പറയുന്നത്. അതിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ തന്നെ ഉള്ളിലെ മസ്കുലൈൻ എനർജിയും, അത് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയാണ്, അതിന് മൂവ്മെൻ്റ് ഇല്ല. അവിടേക്ക് നിങ്ങളുടെ ഫ്രീ ഫ്ലോയിങ് ക്രിയേറ്റീവ് എനർജി, ശക്തി, മൂവ്മെൻറ്റ് എനർജി സംയോജിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രാപ്തയായ ഒരു പൂർണ്ണനായ ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജെൻഡർ അവിടെ ഇല്ല, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന കാര്യമാണിത്. അങ്ങനെ പൂർണ്ണമായി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ആണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോളിന് ഗ്രോത്ത് തരുന്ന, സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈക്വൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ബന്ധം എന്ന് പറയുന്നത്. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തിനെയാണോ മിസ് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്കിവിടെ എവിഡൻ്റ്ലി പാസ്റ്റ് ലൈഫിൽ മിസ്സിങ് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ, അതായത് റിലേഷൻഷിപ്പിൽ ഒരു മിസ്സിങ് ലൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾമേറ്റിന് വേണ്ടി നിങ്ങൾ ക്രേവ് ചെയ്യുന്നുണ്ട്. അതായത് യു ആർ ആക്ച്വലി മിസ്സിങ് സംതിങ് ഇൻസൈഡ് ഓഫ് യു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ കാര്യത്തിന്. ആ കാര്യത്തിനെ പൂർത്തിയാക്കാൻ നിങ്ങൾ പുറമേ ഒരു പാർട്ട്ണറിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസാസ്റ്ററേ ഉണ്ടാവുള്ളൂ. എല്ലാം കാർമിക് സോൾമേറ്റ്സായി മാറുന്നു. ആ ലെസൺ പഠിക്കുന്നത് വരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് നിങ്ങളിൽ നിൽക്കുന്ന പാർട്ട്നേഴ്സിനെയാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും സഫറിങ് ആണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ ബൗണ്ടറി ഇൻഡിവിജ്വലായിട്ട് സെറ്റ് ചെയ്യാനും പഠിക്കണം, മറ്റൊരു വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ബൗണ്ടറി ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. ആ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മിസ്റ്ററി അഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക.
ഇപ്പോൾ നിങ്ങൾ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ആ കാർമിക് സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഇപ്പോൾ ഈ പാഠം പഠിക്കുന്നത് വഴി അത് പഠിച്ചാൽ മാത്രം പോരാ, സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക ഈ തോട്ട്സിനെ, ആങ്സൈറ്റിയെ, പേടിയെയൊക്കെ. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നോർത്ത് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പേടി നിഴലിച്ചുകൊണ്ട് ഇരിക്കുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു പാറ്റേൺ ആയി വീണ്ടും മാറുകയും അത് നിങ്ങളുടെ പാർട്ട്ണർ പ്രകടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് അവരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് നെഗറ്റീവ്സ് പ്രകടിപ്പിക്കാൻ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇത് വളരെ സ്റ്റെബിലിറ്റി ഉള്ള റിലേഷനാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണ് കറൻ്റ്ലി എങ്കിൽ യഥാർത്ഥത്തിൽ വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള റിലേഷൻഷിപ്സ് ആണ്. കാരണം നിങ്ങൾ വളരെ സ്റ്റേബിൾ റിലേഷൻഷിപ്സ് കൊടുക്കാൻ പാകതയുള്ളവരാണ്, പക്വതയുള്ളവരാണ്, വളരെ സ്റ്റേബിൾ, അതായത് ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പക്വതയുള്ളവരാണ് നിങ്ങൾ. അതും നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് നിങ്ങൾ സ്നേഹിക്കും, അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഈ ചിന്തകളെ, 9 of Swords ആണ്, ഈ ചിന്തകളെ നിങ്ങൾ മറികടക്കുക. അപ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കാതെ ഫീൽ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, സ്റ്റാർട്ട് ടു ഫീൽ റാദർ ദാൻ ഓവർ തിങ്കിങ്. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനെ തുടർന്നിട്ടൊരു എക്സ്റ്റെൻഡഡ് ആയിട്ട് റീഡിങ്സ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കാൻ. നിങ്ങൾക്ക് ജനറലായി ഇപ്പം നമ്മളിത് ജനറൽ ആയതുകൊണ്ട് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യമായിരിക്കും റെസനേറ്റ് ആവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സെയിം ആയിരിക്കണം എന്നില്ല. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ നിങ്ങളുടെ പാറ്റേണിനെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടാവാം ഇവിടെ നിന്ന്. അത് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ജേർണിയിലൂടെ പ്രസൻറ്റിലെത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജികളെ പഠിച്ച് സൊല്യൂഷനിൽ എത്താവുന്നതാണ് പേഴ്സണൽ കൺസൾട്ടേഷനിലൂടെ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ലവ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ലവ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ എന്താണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാറ്റേൺസ് എന്താണ്, പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായി വന്നിരിക്കുന്ന പാറ്റേൺ എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, വി ഹാവ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ദെൻ വി ഹാവ് ഫിയർ. ബോട്ടം എനർജി ഇസ് പ്രൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് പാറ്റേൺ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. കറണ്ട് പാറ്റേൺ യുറാനസ് ചേഞ്ച് ആണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ റിലേഷൻഷിപ്പ് പാറ്റേണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന തോട്ട്സ് എന്താണ്, കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്, മായ്ച്ചു കളയേണ്ടത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടത്. ആർക്കേഞ്ചൽ റാഗുവൽ, ജസ്റ്റിസ്, ഡിസിപ്ലിൻ, ഹാർമണി, നമ്പർ 23 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റ് റോങ് ആയി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളു മനസ്സിലാക്കി നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും ആക്ഷൻ കൊണ്ടുവരും അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരും, ഹാർമണി ബിൽഡ് ചെയ്യും എന്ന് നിങ്ങൾ വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വയമായിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട് ഇവിടെ. നമുക്ക് ടാറോ ഗൈഡൻസും കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്ത് തുടങ്ങാം നിങ്ങളുടെ പാറ്റേൺസ്.
ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് താഴെ പോയിട്ടുണ്ട്, നമുക്കതെടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റിസ് ആൻഡ് 4 of Swords റിവേഴ്സ് വന്നിട്ടുണ്ട്, ആൻഡ് 7 of Wands. ഓക്കെ, 9 of Coinsഉം റിവേഴ്സാണ്. വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുന്നില്ല. റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്, അതും ജസ്റ്റിസ് റിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്നും റിലേഷൻഷിപ്പിൻ്റെ അകത്തൊരു ന്യായം ലഭിക്കാനുണ്ട്, അത് സ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെയും നമുക്ക് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ആ ജസ്റ്റിസിന് വേണ്ടി നിങ്ങളാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല എന്നാണ്. 6 of Coins ആൻഡ് ദ ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന റിലേഷൻഷിപ്സ് എല്ലാം കൂടുതലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തുണ്ടായി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ റിയലൈസ് ചെയ്യുകയാണത് അങ്ങനെയാണ് എന്നുള്ളത്. ഇറ്റ് ഈസ് മെയർ അട്രാക്ഷൻ. സോൾ കണക്ഷൻസ് നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് 1 more കാർഡും കൂടെ നമുക്ക് എടുക്കാം. Ace of Coins ആണ്. ബോട്ടം എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന റിലേഷൻഷിപ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ മേജറായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, റിലേഷൻഷിപ്സിനെ നിങ്ങൾ മാനേജ് ചെയ്യേണ്ട, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ട, നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട, നിങ്ങളുടെ സെൽഫ് വർത്ത് പ്രൂവ് ചെയ്യേണ്ട എന്തൊക്കെയോ ഒരു കാര്യമായിട്ടാണ്. നിങ്ങൾ ചേർത്ത് വെച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്തോ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതായത് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനാണ് അതിൽ എന്തെങ്കിലും ചെയ്യേണ്ടത്, ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് നഷ്ടമാകും എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫിയർ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് അൺഫെയർ ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ അനുവദിക്കുക. കാരണം നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല സ്നേഹത്തിൻ്റെ പേരിൽ, നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല അവർ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല. ഇതൊക്കെ നിങ്ങൾ മെൻ്റലി എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവുന്നു, എന്നിട്ട് നിങ്ങളുടെ പൊസിഷനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ വർത്ത് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഇംബാലൻസ് നഷ്ടപ്പെടുന്നു. വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബാലൻസ് ഇല്ലാത്ത ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ മെൻ്റലി റിലേഷൻഷിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഈവൻ ദോ ഫിസിക്കലി നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പ്രസൻ്റ് ആണ് എങ്കിൽ പോലും ഇത് ഇൻസ്റ്റെബിലിറ്റി തരുന്നു. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്ന റീസൺ എന്താണ്? യു ആർ ഇനഫ്. അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ പ്രൂവ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ ഈ വോൺസിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള പാർട്ട്നേഴ്സിനെ ആയിരിക്കും യൂണിവേഴ്സ് തരിക. അതായത് വളരെയധികം ഇൻഡിപെൻഡൻറ്റ്, ഇമോഷണലി സെൽഫ് കണ്ടെയ്ൻഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും വരിക. അവർ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ ചേസ് ചെയ്യാനോ കൺസിസ്റ്റൻ്റ്ലി ഒരു റീഅഷുറൻസ് തരാനോ നിൽക്കാത്ത വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവർ ഈ റിലേഷൻഷിപ്പിലില്ല, നിങ്ങളാണ് എല്ലാ എഫേർട്ടും എടുക്കുന്നതെന്നുള്ളതാണ്. സോ ഇത് ബേസിക്കലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റുട്ടീൻസ് നിങ്ങൾ ഡിസിപ്ലിനോടുകൂടി കണ്ടക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വ്യക്തികളെ ജഡ്ജ് ചെയ്യുന്ന ഒരു രീതി നിർത്തുക. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മൾ മുൻവിധികളില്ലാതെ ആ സാഹചര്യത്തിനെ, ആ വ്യക്തികളെ അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ മാസ്കുലൈൻ സൈഡ്. നിങ്ങളുടെ മാസ്കുലൈൻ എനർജി, ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ,
അല്ലെങ്കിൽ ലോജിക്കൽ അനാലിസിസ് സ്റ്റൈല് അത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. എന്നിട്ട് കുറേ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ജസ്റ്റിസ് നിങ്ങളെ തേടി വരുന്നത്. അതല്ലാതെ നിങ്ങളെ ശരിയാക്കുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അവരത് ചെയ്യാൻ പോകുന്നില്ല. അവരത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് പ്രയോറിറ്റി ഇല്ല, സ്നേഹമില്ല, എന്തിനോ വേണ്ടി ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ശരിക്കും ഈ റിലേഷൻഷിപ്പുകളുടെ പാറ്റേണിനെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കിയിട്ട്, ഞാൻ ഭയത്താലോ എന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ട, എന്നെ ആർക്കാ പ്രൂവ് ചെയ്ത് കൊടുക്കണം? ആർക്കുമല്ല, ഞാൻ എനിക്ക് തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നുള്ളതിൽ ഒരു ഫെയർനെസ് ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ മാത്രമാണ് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് ഉണ്ടാവുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഇൻറ്റേർണൽ വേൾഡിൻ്റെ റിഫ്ലക്ഷനാണ്. അവിടെ നിങ്ങൾക്ക് ന്യായം ഇപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾക്ക് ന്യായം കൊടുത്തിട്ടില്ല. ആ ന്യായപരമായിട്ട് ജീവിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളുടെ ആത്മാവിന് വേണ്ട ന്യായത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ വീനസ് പവർ, യുവർ മെർക്കറി പവർ. ബുധനെയും ശുക്രനെയും നിങ്ങൾ ശക്തനാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലെ. ആസ്ട്രോളജിക്കലി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പറയുന്നത്. നിങ്ങൾ കൂടുതൽ വൈറ്റ് കളർ ഡ്രസ്സ് വെയർ ചെയ്യാനോ അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ കൊച്ചുകുട്ടികളുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോ നല്ലതാണ്. കൂടുതൽ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ കലീഗ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും പാർട്ട്നേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ അത് മാറ്റുക. അതായത് കൂടുതലായിട്ട് നിങ്ങളെയോ മറ്റുള്ളവരെയോ എല്ലാ കാര്യത്തിനെയും ജഡ്ജ് ചെയ്ത് ക്രിട്ടിക്കൽ ഒപ്പീനിയൻസ് കൊടുക്കുന്നവരുമായിട്ട് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളത് ഓവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനകത്തും ഒരു ക്രിറ്റിസിസമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് ദൂരെ മാറി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ഡൈവേർട്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൈവേർഷൻ കിട്ടും. വേണ്ടത് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോകുന്നുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്കറിയില്ല. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ നേരെ ആക്കുന്നത് വഴി ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മാറി ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്. മാറി ജീവിക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസ് റെഡി ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്കിവിടെ അന്യായം എന്നുള്ളതാണ് ജീവിതത്തിലുടനീളം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണറിൽ നിന്ന് മാത്രമായിരിക്കില്ല, പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു അന്യായം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് നീതി പുലർത്താത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എക്സ്റ്റേണലി അത് ലഭിക്കാത്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾക്കുള്ള നീതി കൊടുക്കുക. അതിൽ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര സ്ട്രെങ്തൻ ചെയ്തിട്ട് വിൽ പവർ ഡെവലപ്പ് ചെയ്യാനും ഡിറ്റർമിനേഷൻ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് ആക്ഷൻസ് ഉണ്ടായി വരണം. അങ്ങനെ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത ഷാർപ്പായിരിക്കണം, തോട്ട്സ് ഷാർപ്പായിരിക്കണം. ആ ഡിറ്റർമിനേഷൻ വരുന്നില്ല. അപ്പം ശരീരം കൊണ്ട് നിങ്ങൾ ഏറെ ദൂരം സഞ്ചരിക്കുന്നു എങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ഒരിടത്ത് തന്നെ സ്റ്റക്കാണ്. അത് പാടില്ല എന്നുള്ളതാണ്. വളരെയധികം ഒരു ഇമ്മച്വർ എനർജി തന്നെയാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രായം എത്രയായി എന്നുള്ളതിലല്ല, ഒരു 17 വയസ്സിന് ഒരു 20 വയസ്സിൽ താഴെയുള്ള സമയത്ത് ഒരു വ്യക്തി റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുക. ഇമോഷനെ ബേസ് ചെയ്തിട്ടും അവൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടും അവനെ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്. അവിടെ നിന്ന് നിങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 40 വയസ്സുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്കൊരു 65 വയസ്സുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ തോട്ടിൽ നിന്നും ആ ചിന്തയിൽ നിന്നുണ്ടായ ശീലത്തിൽ നിന്നും നിങ്ങൾ മാറിയിട്ടില്ല.
ആ റിലേഷൻഷിപ്പിൽ റിഫ്ലക്റ്റീവ് ആണ്. അപ്പം അത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2, ഇതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ജനറലായിട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് ജനറൽ ആയതുകൊണ്ട് തന്നെ പല വ്യക്തികളുടെ എനർജി ഇതിലുണ്ട്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പാറ്റേൺസ് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ്. അതിന് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പിരിച്വൽ ഗൈഡൻസസിനും സൈക്കോളജിക്കൽ ലെസൺസിനും സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കംഫർട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സിൻ്റെ സജഷൻസ് കോമെൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ സൈക്കോളജിക്കൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.